പ്രതിഷേധം ശക്തമായതോടെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആന എഴുന്നള്ളിപ്പിനുള്ള നിയന്ത്രണങ്ങൾ അതൊക്കെയും ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് തിരുത്തുകയാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ തിരുത്താനാണ് വനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പുതിയ സർക്കുലർ ഇറക്കാനും വനമന്ത്രി നിർദ്ദേശം നൽകി. അങ്ങനെ പുതുക്കിയ അഫിഡവിറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ പ്രായോഗികമായ കാര്യങ്ങൾ അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ വിവിധ ദേവസ്വം ബോർഡുകൾ കാണിച്ചിട്ടുള്ള ഉത്കണ്ഠയുണ്ട്, പൊതുസമൂഹം കാണിച്ചിട്ടുള്ള ഉത്കണ്ഠയുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും, സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ വായിച്ചിരുന്നുണ്ട്. ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നതിനിടയിലാണ് ആ സർക്കുലർ തിരുത്താൻ വനമന്ത്രി തന്നെ നിർദ്ദേശം നൽകുന്നത്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ആദ്യം അതിലേക്ക് പ്രതീഷ്. ഉന്മേഷ, ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട കർശനമായ നിബന്ധനകളായിരുന്നു വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയ സർക്കുലറിൽ പറഞ്ഞത്. ഈ സർക്കുലറിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ സർക്കുലർ നടപ്പിലാക്കിയാൽ തൃശൂർ പൂരം നടത്തുന്നതടക്കം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഇത് പാറമേക്കാവൊപ്പം തിരുവമ്പാടി ദേവസ്വം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വനം മന്ത്രിയുടെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായ നിർദ്ദേശങ്ങളിലൊന്ന് 50 മീറ്റർ ദൂരപരിധിയിൽ, ആനയുടെ 50 മീറ്റർ ദൂരപരിധിയിൽ വാദ്യമേളങ്ങൾ ഒന്നും തന്നെ പാടില്ല എന്നും പാപ്പാന്മാർ മാത്രമേ 50 മീറ്റർ ചുറ്റളവിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നതുമായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ നിർദ്ദേശമാണ് ഇപ്പോൾ ഭേദഗതി വരുത്താൻ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ഇറക്കുമെന്നതാണ് വനം മന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ ഈ ഉത്സവങ്ങളിൽ ആനകളുടെയും ഒപ്പം പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന അപകട സാഹചര്യം ഒഴിവാക്കുന്നതിനായി ഹൈക്കോടതിയിൽ ചില കേസുകൾ വന്നിരുന്നു. ഇതിൽ സർക്കാരിന്റെ ഒരു നിലപാട് ഹൈക്കോടതി തേടുകയും ഇത് അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഈ സർക്കുലർ ഇറക്കിയത്. ആ സർക്കുലറിനെതിരെയാണ് വലിയ പ്രതിഷേധമുണ്ടാവുകയും അത് തിരുത്താൻ ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരത്തിന് കൊടിയേറുന്നുണ്ട്. ഇനി അവിടെയും ആവേശകാലമാണ്. സൂരജ് സജി ഉണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി. സൂരജ്, അപ്പോൾ ആ സർക്കുലർ തിരുത്തും, ദേവസ്വങ്ങളുടെ എതിർപ്പിതോടെ അവസാനിക്കുമല്ലോ. എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ദേവസ്വങ്ങൾ എന്തായാലും ഈ സർക്കാർ നടപടിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരുത്താനുള്ള നടപടി എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. ആശങ്ക ഒഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ആന ഉടമകളുടെ യോഗവും ചേർന്നിരുന്നു. അവരും അവരുടെ സംഘടനയും പറയുന്നത് സർക്കാർ നടപടി സ്വാഗതാർഹമാണ്. എങ്കിൽ പോലും ഈ വിഷയത്തിൽ, അതായത് നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴുണ്ടായ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ചർച്ചകളുമായി മുന്നോട്ട് പോകണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ ആന ഉടമകളുടെ സംഘടന മുന്നോട്ട് വെക്കുന്നത്. ദേവസ്വങ്ങളെ സംബന്ധിച്ച് ആശങ്കകൾ ഒഴിഞ്ഞു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പൂരം കൊടിയേറുകയും ചെയ്തിട്ടുണ്ട്. തിരുവമ്പാടി, പാറമേക്കാവ്, ലാലൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇന്ന് പൂരം കൊടിയേറിയിട്ടുണ്ട്. 8 കടകക്ഷേത്രങ്ങളിലാണ് കൊടിയേറാനുള്ളത്. അതിൽ 4 പൂർത്തിയായിട്ടുണ്ട്. ബാക്കി ക്ഷേത്രങ്ങളിലും വൈകുന്നേരത്തോടുകൂടി ഈ കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയാവും. അതോടുകൂടി തന്നെ തൃശൂർ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളിലേക്കും ഇന്നു മുതൽ തന്നെ ക്ഷേത്രങ്ങൾ കടക്കും. 19-നാണ് തൃശൂർ പൂരം നടക്കുക. 17-ന് സാമ്പിൾ വെടിക്കെട്ട്, 18-ന് പൂരവിളംബരം. അങ്ങനെ ഇനിയുള്ള നാളുകളിൽ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് നഗരമാകെ. ഉന്മേഷ്. ശരി സൂരജ്, അങ്ങനെ പൂരാവേശത്തിലേക്ക് എത്തുന്നു തൃശൂർ എന്നുള്ളതാണ്. സർക്കുലർ തിരുത്തപ്പെടുമ്പോൾ അതിനെ ദേവസ്വങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.